ഹായ് ഗെയ്സ്, മാലേ മഹദേശ്വര ബട്ടയിലെ തുടർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏകദേശം 98 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ യാത്ര ഓരോ ഗ്രാമങ്ങളും പട്ടണങ്ങളും താണ്ടി ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര വർണ്ണമനോഹരമാണ്. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കൃഷിയിടങ്ങളെല്ലാം താണ്ടി ഞങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗർഭഗുഡിയിൽ ആരാധിക്കപ്പെടുന്ന ലിംഗ സ്വയംഭൂവാണ് ശ്രീ മാലേ മഹദേശ്വര സ്വാമി. വാഹനമായ കടുവ എന്നറിയപ്പെടുന്ന ഒരു കടുവയുടെ പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. അവിടെ താമസിക്കുന്ന ആളുകളെയും സന്യാസിമാരെയും രക്ഷിക്കാൻ ബേട്ടയ്ക്ക് ചുറ്റും നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. ശ്രീ മഹാദേശ്വരന്റെ അത്ഭുതങ്ങൾ ചിലപ്പോൾ ഗ്രാമവാസികൾ ജനപദ ശൈലിയിൽ പാടാറുണ്ട്. ഐതിഹ്യമനുസരിച്ച് മാടിക സമുദായത്തിൽപ്പെട്ട ചന്ദ്രശേഖര മൂർത്തിയുടെയും ഉത്തരാജമ്മയുടെയും മകനായ മാലേ മഹദേശ്വരൻ ജനിച്ചു. കരിമ്പഗൗഡ ജാതിയിലെ ഒരു ധനികനായ ഭൂവുടമയും ഭൈരേദേവര ദേവന്റെ ഭക്തനുമായ ജുഞ്ചുഗൗഡയുടെ വീട്ടിൽ മഹദേശ്വരൻ ഭഗവാൻ സന്ദർശനം നടത്തി. അവിടെ അദ്ദേഹം തൻ്റെ ശക്തി ബോധ്യപ്പെടുത്താൻ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ചു. ഒടുവിൽ ജുഞ്ചയ് ഗൗഡയെ തൻ്റെ അനുയായികളിലേക്ക് ആകർഷിച്ചു. കിഴക്കൻ കർണാടകയിലെ മഹദേശ്വര കുന്നുകൾ എന്നറിയപ്പെടുന്ന പർവ്വത പ്രദേശത്ത് നിർമ്മിച്ച എല്ലാ ക്ഷേത്രങ്ങളുടെയും ഉത്തരവാദിത്തം ജുഞ്ചയ് ഗൗഡയ്ക്കാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ജുഞ്ചയ് ഗൗഡ കുടുംബം ഇപ്പോഴും ചാമരാജനഗർ ജില്ലയിലെ ഹനൂർ താലൂക്കിലെ കടമ്പൂർ എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഐതിഹ്യത്തിലെ 7 കൊടുമുടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനുമലൈ, ജനുമലൈ, കനുമലൈ, കടുമലൈ, പച്ചമലൈ, പാവലമലൈ, പൊന്നാച്ചിമലൈ. ഈ 7 കൊടുമുടികളും ചേർന്ന് മാലേ മഹദേശ്വര ബോട്ടയെ രൂപപ്പെടുത്തുന്നു. ഈ പ്രദേശത്തെ ജനങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ കാര്യങ്ങൾ നോക്കുന്നതിനായി മഹദേശ്വരൻ ഇവിടെ ഒരു മഠം സ്ഥാപിച്ചുവെന്ന് പറയപ്പെടുന്നു. തൻ്റെ അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം മലയോര ഗോത്രങ്ങളെ പ്രബുദ്ധരാക്കുകയും ഉയർത്തുകയും അവരെ ശിഷ്യന്മാരാക്കുകയും ചെയ്തുവെന്നു പറയപ്പെടുന്നു. ഈ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ മഹദേശ്വര ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ അർച്ചകരായി മാറിയിരിക്കുന്നു. 1953 മദ്രാസ് സർക്കാരിന് കൈമാറുന്നതുവരെ മഹദേശ്വരൻ തന്നെ സ്ഥാപിച്ച ശ്രീ സാലൂർ മഠത്തിൻ്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലും ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു. കർണാടക സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്നത് കർണാടക സർക്കാർ മുസ്രായി വകുപ്പിന് കീഴിൽ നിയമിച്ച ട്രസ്റ്റ് കമ്മിറ്റിയാണ്. പ്രകൃതി രമണീയമായതുകൊണ്ട് നീലാകാശം തുടയ്ക്കുന്ന പഞ്ഞിക്കഷ്ണങ്ങൾ പോലെ മേഘങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കും. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടു പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പോ ദാഹമോ ഒന്നും ഉണ്ടായില്ല. നിരവധി കർഷകരെയും ഗ്രാമവാസികളെയും എല്ലാം റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാമായിരുന്നു. ഇവിടെ മുതൽ മേലോട്ട് കയറ്റം തുടങ്ങിയാണ്. കൂടാതെ ഫോറസ്റ്റ് ഏരിയയും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിലാണ് മാലേ മഹദേശ്വര. 2 മലകൾ ഫുള്ളായിട്ട് കറങ്ങി കയറണം. അതിനാൽ റോഡ് ഫുള്ളായിട്ട് വളവുകളും തിരിവുകളും ധാരാളമായിട്ടുണ്ട്, ഹെയർ പിന്നുകൾ പോലെ. കംസാലെ ഒരു ഗാനനൃത്ത പരിപാടിയാണ് കംസാലെ. കംസലെ ശിവാരാധനയുടെ ഒരു പാരമ്പര്യവുമായി അടുത്ത് ബന്ധമുള്ളതാണ്. മഹദേശ്വരനോട് ഭക്തിയുള്ള ജീവിതം നയിക്കാൻ പ്രതിജ്ഞയെടുത്തവർ മാത്രമേ കംസലെ അവതരിപ്പിക്കാവൂ. നൃത്തം ഒരു ദീക്ഷയുടെയോ പ്രതിജ്ഞയുടെയോ ഭാവമാണ്. ഒരു അധ്യാപകനോ ആത്മീയ നേതാവോ ഇത് പഠിപ്പിക്കുന്നു. കംസാലെ കലാകാരന്മാർ നിരീക്ഷകരാണ്. അവർക്ക് അച്ചടിച്ച സാഹിത്യമില്ല. അവർ ആ ഗാനങ്ങൾ വാമൊഴിയായി പഠിക്കുന്നു. ദീപാവലി, ശിവരാത്രി, ഉഗാദി ഉത്സവങ്ങളിൽ മഹദേശ്വര ബെട്ടയിൽ നടക്കുന്ന മേളകളിൽ അവർ പങ്കെടുക്കുന്നു. അതിനാൽ മഹദേശ്വരനെ ബദവാര ദേവരു മാടപ്പ എന്നും അറിയപ്പെടുന്നു. ചെളിതരു
മല്ലികയ എന്നത് മഹദേശ്വരന്റെ ഭക്തിയും ആരാധനയും വിവരിക്കുന്ന ഒരു പ്രശസ്തമായ നാടോടി ഗാനമാണ്. ഞാനിതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നത് പോകുന്ന വഴി കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഐതിഹ്യവും ചരിത്രവും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഇതിനൊപ്പം വിവരിക്കുന്നത്. നിരവധി തീർത്ഥാടകരുടെ വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. തിരക്ക് ഏകദേശം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മല ചുറ്റിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. വാഹനം കറങ്ങിക്കറങ്ങിയാണ് മേലോട്ട് കയറുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സർക്കാർ ഇതിൻ്റെ നടുക്കുകൂടെ ഓരോ നടകൾ കൂടെ പണിത് കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് ഭക്തജനങ്ങൾക്ക് നടന്നു കയറുന്നതിനുള്ളതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. മഹദേശ്വരന്റെ ഇതിഹാസകഥ വിശുദ്ധന്റെ ജീവിതത്തെയും അത്ഭുതങ്ങളെയും വിവരിക്കുന്നു. ഇതിഹാസത്തിന്റെ ബാഹ്യഘടന പാൻ ഇന്ത്യൻ രാമായണത്തോട് സാമ്യമുള്ളതാണ്. ശ്രാവണസുരൻ രക്ഷകനായ നായകൻ എന്ന മുദ്രാവാക്യം എന്ന ദുഷ്ടരാജാവിനെ നശിപ്പിക്കാൻ ശിവൻ മഹദേശ്വരനായി അവതരിക്കുന്നു. ഇതിഹാസത്തിന് 7 ഭാഗങ്ങളുണ്ട്. സാധാരണയായി പ്രേക്ഷകരുടെയോ രക്ഷാധികാരിയുടെയോ അഭിരുചി അനുസരിച്ച് ചില ഭാഗങ്ങൾ മാത്രമേ ആലപിക്കാറുള്ളൂ. എന്നിരുന്നാലും മഹദേശ്വര ബെട്ടയിലെ വാർഷിക മേളയിലേക്ക് പോകുന്ന ചില തീർത്ഥാടകർ മുഴുവൻ ഇതിഹാസവും ആലപിക്കുന്നു. ഇത് തുടർച്ചയായ 7 രാത്രികൾ നീണ്ടു നിൽക്കും. ഇതിഹാസത്തിന് ഒറ്റ ആഖ്യാതാവ് മാത്രമുള്ള പതിപ്പ് 7 ഭാഗങ്ങളുണ്ട്. പരമ്പരാഗത പ്രാർത്ഥനയ്ക്ക് ശേഷം 1-ാം ഭാഗം മഹദേശ്വരന്റെ കളങ്കമില്ലാത്ത ജനനം, ബാല്യകാലം, ആത്മീയ രാമായണം എന്നിവ വിവരിക്കുന്നു. 2-ാം ഭാഗം മഹദേശ്വരന്റെ തൻ്റെ ഭക്തനായ ധനികനായ കുറുംബ ഗൗഡ ജുഞ്ച ഗൗഡയെ 7 ബേട്ടയിൽ ഒരു ക്ഷേത്രം പണിയുന്നതിനായി എങ്ങനെ നേടുന്നു എന്ന് വിവരിക്കുന്നു. അടുത്ത ഭാഗം ദുഷ്ടരാജാവായ ശ്രാവണാസുരന്റെ നാശത്തിനായി നീക്കിവെച്ചിരിക്കുന്നു. ചില പ്രദേശങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ നേര്യമംഗലത്തു നിന്നും അടിമാലിയിലേക്കുള്ള റോഡ് മാതിരി തോന്നി. ബസ്സിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നത്. അടുത്തതായി ശങ്കമ്മ കഥൈ എന്ന ഏറ്റവും ദൈർഘ്യമേറിയതും വികാരഭരിതവുമായ എപ്പിസോഡ് നമുക്കുണ്ട്. ശങ്കമ്മ എന്ന അഭിമാനിയായ സ്ത്രീയുടെ കഷ്ടപ്പാടുകളും സദ്ഗുണസമ്പന്നയായ ഭാര്യ എന്ന നിലയിൽ തൻ്റെ അന്തസ് നിലനിർത്താൻ അവൾ വിജയകരമായി അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും ഈ എപ്പിസോഡ് നാടകീയമാക്കുന്നു. അല്പം ഹാസ്യാത്മകമായ 5-ാമത്തെ എപ്പിസോഡ് ബേബിനാട്ടി കവലമ്മ എന്ന് വിളിക്കുന്ന ഒരു ധിക്കാരിയും പിശുക്കുമുള്ള സ്ത്രീയുടെ ഉയർച്ചയും താഴ്ചയും ചിത്രീകരിക്കുന്നു. അവസാനത്തെ ഒരു എപ്പിസോഡ് മഹദേശ്വരൻ മൂകയ്യയെയും ഭാര്യയെയും തൻ്റെ ഭക്തകുടുംബവുമായി എങ്ങനെ നേടുന്നു എന്ന് വിവരിക്കുന്നു. മൂകയ്യ കുടുംബം ചെറുമകൻ മഹദേശ്വര പരമ്പരാഗതമായ ആശീർവാദത്തോടെ അവസാനിക്കുന്നതിനും പുറമെ സമാപന ഭാഗം മുഴുവൻ ഒരു സംഗ്രഹം നൽകുന്നു. പുരാണ കഥകൾ എല്ലാം ഇങ്ങനെയാണ്. ഇതാണ് നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. അങ്ങനെ മല കയറി മലയുടെ ഇറക്കം തുടങ്ങിക്കഴിഞ്ഞു. മാതേശ്വര ബെട്ടെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുമുപരി മലയമാതേശ്വര കുന്നുകൾ ചന്ദനമരങ്ങളും മുളകളും കൊണ്ട് സമ്പന്നമായ വനപ്രദേശങ്ങളുടെ ഒരു വലിയ ഭൂപ്രകൃതി ഉൾക്കൊള്ളുന്നു. ബെട്ടയിലെയും താഴ്വരകളിലെയും ഭൂപ്രകൃതികൾ പൊന്നാച്ചിയിലെ നിത്യഹരിത വനങ്ങൾ മുതൽ മറ്റ് മിക്ക ഭാഗങ്ങളിലെയും വരണ്ട ഇലപൊഴിയും വനങ്ങൾ വരെ വ്യത്യസ്തമായ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. മലയമഹദേശ്വര വനങ്ങൾ വൈവിധ്യമാർന്ന മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും വസിക്കുന്നു. അവയും ധാരാളം കാണപ്പെടുന്നു.
ആനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനം. ബന്ദിപ്പൂർ ദേശീയോദ്യാനം ഉൾപ്പെടെ ജില്ലയിൽ 2500-ൽ അധികം ആനകളുണ്ടെന്ന് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അങ്ങകലെ കുന്നിന് മുകളിൽ ക്ഷേത്രത്തിന് അഭിമുഖമായി കടുവയുടെ മുകളിലിരിക്കുന്ന മാതേശ്വരനെ കാണാൻ സാധിക്കുന്നു. ഇതിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ സബ്സ്ക്രൈബ് ചെയ്യുക. അവിയൽ ഡയറീസ്.